എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര എന്നതാണ്. എത്ര വകുപ്പുകളാണ് ഉള്ളത്? A 28, B 30, C 31, D 32. ഇതിലേതാണ്? നിങ്ങളത് റീകളക്ട് ചെയ്യാനും ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് അവസാനമാണ് നമ്മൾ ചോദ്യങ്ങളുടെ ഉത്തരം ഡിസ്കസ് ചെയ്യുന്നത്. 2 തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണിത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത് വിവരാവകാശ നിയമം എന്നുള്ളത് ഞാൻ ചോദ്യത്തിൽ എഴുതാത്തത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഈ സെഷനിലുള്ളൂ. അതുകൊണ്ട് ഏതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കേണ്ടത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. A സുതാര്യത ഉറപ്പുവരുത്തൽ, B സർക്കാരുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, C സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, D ഭരണാധികാരികളുടെ പ്രതിബദ്ധത ഉറപ്പുവരുത്തുക അല്ലെ വർദ്ധിപ്പിക്കുക. ഇതാണ് ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ തെറ്റേതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സുതാര്യത ഉറപ്പുവരുത്തൽ, സർക്കാരുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, ഭരണാധികാരികളുടെ പ്രതിബദ്ധത ഉറപ്പുവരുത്തുക, കമ്മിറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുക, ഇല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. അതാണ് 4 സ്റ്റേറ്റ്. ഇതിൽ തെറ്റേതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 3 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഡേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം അതിൻ്റെ റിലവൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. 4 വിവരാവകാശ നിയമം പാസ്സായ വർഷം. 2 ചോദിച്ചിട്ടുണ്ട്, നിലവിൽ വന്ന വർഷവും അതുപോലെ തന്നെ പാസ്സായ വർഷം. 5 നിയമത്തിൽ എത്ര പട്ടികകളുണ്ട്, എത്ര ഷെഡ്യൂളുകളുണ്ട് എന്നാണ് ചോദിച്ചത്. നിയമത്തിൽ എത്ര പട്ടികകളുണ്ട് എന്നാണ് ചോദിച്ചത്. പട്ടികകൾ ഏതാണ് എന്നുള്ളത് അറിയണം. ഓപ്ഷൻ A 2, B 3, C 4, D 3. 2, 3 വന്നല്ലേ, സോറി, അത് തെറ്റിപ്പോയതാണ്. ഓപ്ഷൻ നോക്കണ്ട. 6ാമത്തെ ചോദ്യം, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, പോക്സോ, MGNRGS അല്ലെങ്കിൽ GA എന്ന് പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. 7 ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏത്? ഓപ്ഷൻ A സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, ഓപ്ഷൻ B, ഓപ്ഷൻ C ഓസ്ട്രേലിയ, ഓപ്ഷൻ D ഡെൻമാർക്ക്. അതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 5, 4, 8, 3. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? A 5, B 4, C 8, D 3. ഇത് ഈ പറയുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ചോദിക്കുന്നത്. 9 ഒരു വ്യക്തിയുടെയോ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? ഒരു വ്യക്തിയുടെയോ ജീവൻ്റെയോ അതുപോലെ തന്നെ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ വിവരങ്ങൾ മറുപടി നൽകേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? A 48, B 24, C 14, D 12. 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്, ഗവർണർ, ചീഫ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി. ഇത്രയാണ് 10 ചോദ്യങ്ങൾ. ചിലത് റിപ്പീറ്റിംഗ് ആണ്, ചിലത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഉത്തരങ്ങൾ നോക്കാം. വിവരാവകാശ നിയമങ്ങളിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ C 31 വകുപ്പുകളാണ് ഏതുള്ളത്? വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലുള്ളത്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, സുതാര്യത ഉറപ്പുവരുത്തൽ ശരിയല്ലേ? ശരിയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഈ നിയമം പ്രൊവിഷൻ ചെയ്യുന്നില്ലേ? ശരിയാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തൽ, ഭരണാധികാരികളുടെ പ്രതിബദ്ധത ഉറപ്പുവരുത്തൽ, കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക് അല്ലേ? ഭരണാധികാരികളുടെ പ്രതിബദ്ധത അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടബിലിറ്റിയിലെ കമ്മിറ്റ്മെൻറ്റ് കൂട്ടുന്നുണ്ട്. ശരിയല്ലേ? കാരണം എല്ലാ കാര്യങ്ങളും പബ്ലിക് ആവുമല്ലേ, അതുകൊണ്ട് തന്നെ അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ C എന്താണ്? സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. അത് ചെയ്യുന്നുണ്ടോ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊന്നും ഉറപ്പുവരുത്തുന്നില്ല. ഓപ്ഷൻ C തെറ്റാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ്? D 2005 അല്ലേ? 2005 നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം പാസ്സായ വർഷം ഏതാണ്? അതും 2005. 5 നിയമത്തിൽ എത്ര പട്ടികകൾ ഉണ്ട്? പട്ടികകൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളാണ്. എത്ര ഷെഡ്യൂളുണ്ട്? 2 ഷെഡ്യൂളാണ്. അത് A2 ആണ് ഉത്തരം. നിയമത്തിൽ എത്ര പട്ടികകളുണ്ടെന്ന് പറഞ്ഞാൽ ഷെഡ്യൂളുകൾ 2. 6ാമത്തെ ചോദ്യം, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് പറയുന്നത് വിവരാവകാശ നിയമമാണ്. ഓപ്ഷൻ A റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. 7 ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? രാജ്യം ഏതാണ്? സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്. ഏതാണ്? ഓപ്ഷൻ B സ്വീഡൻ. 8 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഇതിൽ പറഞ്ഞ 5ാമത്തേതാണ്. ഒരു വ്യക്തിയുടെയോ ജീവൻ്റെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകേണ്ടത് എത്ര മണിക്കൂറാണ്? 48 മണിക്കൂർ. ഓപ്ഷൻ A 48 hours അല്ലേ?
സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ്. തെറ്റിപ്പോയത്, ബി ഗവർണർ. ഇതാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള 10 MCQs. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ബൈ, ടേക്ക് കെയർ. ഈ സെഷൻ യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു.